വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ മാത്സിൻ്റെ 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആംഗിൾസ് അല്ലെങ്കിൽ കോണുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാവും നിങ്ങളെ. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് തന്നെ പോയിൻ്റ്, ലൈൻ, സെഗ്മെൻറ്റ്, ലൈൻ ഇതെല്ലാം നമ്മൾ എടുത്തതാണ്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാനിതൊന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അഥവാ കണ്ടില്ലെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ പാർട്ട് കയറി കാണണേ നിങ്ങൾ കേട്ടോ. കാരണം അതിനകത്തിലെല്ലാം പറയുന്നുണ്ട്. ഈ നമ്മളൊരു ആംഗിൾ വരയ്ക്കുന്നെങ്കിലും അതിനകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടാണ് നമ്മൾ ആംഗിൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ആംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി വട്ടം പറഞ്ഞതാണ്, രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ കൂടി കൂട്ടിമുട്ടുമ്പോൾ അല്ലേ ഉണ്ടാകുന്ന രൂപമാണ് കോണുകൾ. കണ്ടോ, അതിൻ്റെ ഈ മൂലഭാഗത്തിന് നമ്മൾ വെർട്ടെക്സ്, രണ്ട് രശ്മികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോർണറിനെയാണ് നമ്മൾ കോൺ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി അതിലും ഉപരി ഈ ടൈപ്പ് ഓഫ് ആംഗിളുകളുണ്ട്. ഈ ആംഗിളുകൾ തന്നെ പലവിധമുണ്ട്. 90 ഡിഗ്രിയിൽ കുറവുള്ളതിനെ നമ്മൾ അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോണെന്നും, 90 ഡിഗ്രി ഉള്ളതിനെ അല്ലേ റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടകോണെന്നും, 90ൽ കൂടുതലാണെങ്കിൽ അതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലെങ്കിൽ ബൃഹത് കോണുകളെന്നും, അതുകൂടാതെ 180 ഡിഗ്രി ഉള്ള ആംഗിളിനെ സ്ട്രെയിറ്റ് ആംഗിൾ എന്നും, 180യേക്കാൾ കൂടുതലുള്ളതിനെ റിഫ്ലക്സ് ആംഗിൾ എന്നും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഫസ്റ്റ് ലിങ്കിനകത്തിൽ പറഞ്ഞതാണ്. ഞാൻ വെറുതെ 1 മുതൽ മൊത്തം എടുക്കുന്നത് കൊണ്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കോൺ മാപിനി കണ്ടോ, പ്രൊട്രാക്ടർ എന്താണെന്ന് നമ്മുടെ ഇതിൽ കണ്ട ടെസ്റ്റിൽ തന്നെ വരച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇൻസ്റ്റം ബോക്സിൽ ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളോട് 40 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വരയ്ക്കും കേട്ടോ. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞതാണ്, പാർട്ട് 1ൽ പറഞ്ഞതാണ് കേട്ടോ. എന്നാൽ ചോദിക്കും എന്തിനാ ഇത് പറയുന്നതല്ലേ, മൊത്തം ഈ ചാപ്റ്റർ ഫുള്ള് ഇതിനകത്തുള്ളത് കൊണ്ട് കാണിച്ചതാവും നിങ്ങളെ. അതാണ്ട് നിങ്ങളുടെ ടെസ്റ്റിൽ ഫസ്റ്റ് പടം തന്നെ അതാണ്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. കാരണം നിങ്ങൾ 5ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതല്ലേ 7ാം ക്ലാസ്സിൻ്റെ പുതിയ കഴിഞ്ഞ വർഷത്തെ ടെസ്റ്റിൽ ഇത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നോക്കിക്കേ, നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത് വരകൾ ചേരുമ്പോൾ, അതായത് കുത്തനെയും ചരിച്ചും വരകൾ ചേർത്ത് പലതരം രൂപങ്ങൾ വരച്ചത് നിങ്ങൾ ഓർമ്മയുണ്ടോ? 5ാം ക്ലാസ്സിലെ വരകളും വട്ടങ്ങളും എന്ന പാഠഭാഗത്തിലെ ഒരു ഇതാ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാണ് ടെസ്റ്റിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറേ ആംഗിളിൻ്റെ പടം കുഞ്ഞുങ്ങളെ, പിന്നെ നമ്മൾ നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ പടം കേട്ടോ, ആംഗിൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരവും പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പോൾ നോക്കിക്കേ, ഇത് പാരലോഗ്രാമാണ് അല്ലേ. പാരലോഗ്രാം എന്ന് വെച്ചാൽ സാമാന്തരികമാണ്. ഇവിടെ നോക്കിക്കേ, 4 ലൈനുകൾ തങ്ങളിൽ കൂട്ടിമുട്ടുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു അല്ലേ, 4 ലൈനുകൾ തങ്ങളിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് അവിടെ 4 കോണുകൾ അവിടെ അല്ലേ. നോക്കിയേ, 4 ആംഗിളുകൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. നോക്കൂ നിങ്ങളെ, ഇത് നോക്കിയേ, നേരെയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാ പെർപെൻഡിക്കുലർ എന്നാ പറയുന്നത്. എന്താ? ലംബം, പെർപെൻഡിക്കുലർ. അപ്പോൾ നോക്കിയേ, ഒരു റെക്റ്റാങ്കിൾ അല്ലേ, ഒരു ചതുരമാണെങ്കിൽ, സമചതുരമായാലും ചതുരമായാലും അതിൻ്റെ തൻ്റെ വശങ്ങൾ നേരെയായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. അതായത് പെർപെൻഡിക്കുലർ, ലംബം എന്നൊക്കെയാണ് പറയുന്നത്. 2 വരകൾ ഒരു ബിന്ദുവിൽ മുട്ടുമ്പോൾ അവിടെ ഒരു കോൺ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ അതും ചെയ്തതാണ്. ഓക്കെ, ഇനി അതുപോലെ ടെസ്റ്റിൽ ഏതാണ്ട് ഇങ്ങനെ ഇത് ചെറിയ കോണും വലിയ കോണും എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം ചെറിയ കോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്താൽ മതി 90 ഡിഗ്രിയിൽ താഴെയാണ് അല്ലേ. ഇത് 90 ഡിഗ്രിയിൽ കൂടുതലാണ്. അക്യൂട്ട് ആംഗിളും ഒബ്റ്റ്യൂസ് ആംഗിളും നിങ്ങളെ ഇത് കൊടുത്തേക്കുന്നത് കേട്ടോ. ന്യൂനകോണും ബൃഹത് കോണുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പേജ് നമ്പറിൽ താണ്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. നിങ്ങൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പാർട്ട് 2 ഒന്ന് കയറി കാണണേ കുഞ്ഞുങ്ങളെ. ഇതെല്ലാം നമ്മൾ ചെയ്താൽ ഇനി നമ്മൾ പുതിയത് പഠിക്കാൻ പോവുകയാണ്. 2 വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രൂപത്തിന് നമ്മൾ കോൺ അല്ലെ ആംഗിൾ എന്ന് പറയുന്നു അല്ലേ. ഒരു വരയുമായിട്ട് 90 ഡിഗ്രി കോൺ ഉണ്ടാക്കുന്ന ഏത് വരയും, അതായത് ആദ്യത്തെ വരയ്ക്ക് ലംബം പെർപെൻഡിക്കുലർ എന്നാണ് ഇതിന് പറയുന്നതെന്ന് പറയുന്നത് കേട്ടോ. ഒരു വരയുമായി 90 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. നോക്കൂ നിങ്ങളെ, ഇതൊരു വരയാണ് അല്ലേ. ഈ വരയിൽ 90 ഡിഗ്രി നോക്കിക്കേ, 90 ഡിഗ്രി കോൺ ഉണ്ടാക്കുന്ന ഏത് വരയും അതിൻ്റെ ആദ്യത്തെ വരയ്ക്ക് വെച്ചാൽ ആദ്യം ഈ വര ഇട്ടു, പിന്നെ നമ്മൾ ഇതിനെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിനെ പെർപെൻഡിക്കുലർ എന്നാണ് വിളിക്കുന്നത്. ടെസ്റ്റിൽ ഞാൻ ഇതേലെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് എവിടെയെങ്കിലും ഫസ്റ്റ് ഒരു വര കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ. ഞാനിപ്പോൾ ഇവിടെ ഒരു വര കൊടുക്കുക, നോക്കണേ, കണ്ടോ, മനസ്സിലായോ? ഇതിനെ നമ്മൾ എവിടെയാണെങ്കിലും വേണ്ടില്ല. ഇപ്പോൾ താപ്പോട്ടായിക്കോട്ടെ, തന്നെ ഇങ്ങനെ വരച്ചെന്ന് വെച്ചു, കണ്ടോ, നേരെയല്ലേ വരച്ചേ. അപ്പോൾ ഈ നേരെ വരയ്ക്കുന്നുണ്ട് ഇങ്ങനെ, ഇവിടെ ഒരു കട്ട പോലൊരു സംഭവമുണ്ട്, കാരണം നേരെയാണ് പെർപെൻഡിക്കുലർ. ഇനി ഞാൻ ഇവിടുന്ന് ഇങ്ങനെ താപ്പോട്ട് വരച്ചേ, അതും നേരെയല്ലേ, കണ്ടോ. ഇതുപോലെ ഇങ്ങനെ ഒരു ടെസ്റ്റിൽ നമുക്ക് ഇതുപോലെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതായത് അത് പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എന്താ നിങ്ങളെ, ലംബം കേട്ടോ. അത് നേരെ ഒരു വരയിരുന്നാൽ അതിൻ്റെ ഏത് വശത്തായാലും അതിങ്ങനെ നേരെ നമ്മൾ ഇവിടോ നേരെയാണെങ്കിൽ അതെന്താ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബം എന്നാണ് അതിന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഒരു ചതുരത്തിലെ കൂട്ടിമുട്ടുന്ന വശങ്ങളെല്ലാം പരസ്പരം ലംബമാണ് എന്നും പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, ഇതൊരു ചതുരമാണ് അല്ലേ, ചതുരമാണ്, റെക്റ്റാങ്കിൾ ആണ്.
റെക്റ്റാങ്കിളിൻ്റെ കൂട്ടിമുട്ടുന്ന കണക്ട് ചെയ്തേക്ക് നോക്കിയാൽ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെ കൂട്ടിമുട്ടുന്ന വശങ്ങളെല്ലാം പരസ്പരം ലംബമാണ്, പെർപെൻഡിക്കുലർ അല്ലേ. നോക്കിയേ, ഇതിന് പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് എന്ന് വെച്ചാൽ നേരെ ഇരിക്കുന്ന ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നേരെ ഇരിക്കുകയാണെങ്കിൽ അതിനെന്താ പറയുന്നത്, ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ അത് ചോദിക്കാം. ഒരു വരയുമായിട്ട് 90 ഡിഗ്രി കോൺ ഉണ്ടാക്കുന്ന ഏത് വരയും അതിൻ്റെ വരയ്ക്ക് ആദ്യത്തെ വരയ്ക്ക് തന്നെ ലംബമായിരിക്കും അല്ലെ പെർപെൻഡിക്കുലർ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ഓർത്തോണേ, ആ വാക്ക് സ്പെല്ലിങ് ഓർത്തോണേ കുഞ്ഞുങ്ങളെ, പെർപെൻഡിക്കുലർ. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഈ വൃത്തത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ബാക്കിയുള്ള എല്ലാം നമ്മൾ ഒരു ആംഗിൾ വരയ്ക്കാൻ അറിയാമല്ലോ. അതായത് ഒന്നും കൂടി വേണേ എന്ന് പറയാം കുഞ്ഞുങ്ങളെ. ഇപ്പം നിങ്ങളോട് പറയുകയാണ്, ആംഗിൾ എന്നതിനെ സൂചിപ്പിക്കാൻ ഇങ്ങനെയുള്ള വരയാണ് പറയുന്നത്. അത് ഓർത്തോണേ. ഇപ്പം ആംഗിൾ XYZ ഞാൻ പറയുക ഒരു 80 ഡിഗ്രി. ആംഗിൾ XYZ 80 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്കെയിലോ ഇനി സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ടതാണോ നിങ്ങളെ നേരെ ഒരു വര വരയ്ക്കുക. ഞാനിത് പറഞ്ഞതാ, എന്നാലും എല്ലാം പറയുന്നതുകൊണ്ട് പറഞ്ഞതാ. നോക്കിയേ, നമ്മൾ ഇവിടെയാണ് പൊട്രാക്ടർ വെക്കുന്നതെങ്കിൽ നമ്മുടെ പൊട്രാക്ടർ എടുത്തിട്ട് കണ്ടേ ആ സൂര്യൻ്റെ നേരെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ ആ ഇട്ട കുത്തുണ്ടല്ലോ, അണ്ട് ഈ കുത്ത് ഈ സൂര്യൻ്റെ ഇവിടെ തന്നെ ആയിരിക്കണം, ഈ സീറോയിലായിരിക്കണം ഈ വര പോയിരിക്കുന്നത്. സീറോയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, സീറോയിൽ. ഇനി എത്ര ചോദിച്ച് 80, ഈ താഴത്തെ വേണം എടുക്കുക. കാരണം ഇവിടെ വെച്ചത് കൊണ്ട് താഴത്തെ എടുക്കണം. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ മുകളിലത്തെ എടുക്കട്ടെ കേട്ടോ. നമ്മളെപ്പോഴും ലെഫ്റ്റ് പിടിച്ചാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ 80 ആയതുകൊണ്ട് ഇങ്ങനെ വന്നാണ്ട് 80ൻ്റെ വര തണ്ട് ഇവിടെ ആണേ കണ്ടോ. അപ്പോൾ അതിന് നേരെ അങ്ങ് വരച്ചാൽ മതി. നമ്മൾ 1ഉം 2ഉം പാർട്ടിൽ ഇതെല്ലാം പഠിച്ചതാ, എന്നാലും ഒന്ന് പറഞ്ഞതാ കണ്ടോ. ഇനി ആംഗിളായി, അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. ഏതാ 80 ഡിഗ്രി ഉള്ള ഒരു 80 ഡിഗ്രി ഉള്ള. ഇനി നമ്മൾ നോക്കിക്കേ, ഇതിന് പേര് കൊടുക്കുകയാണ്. ഇത് X. ഈ നടുക്ക് ആരാണോ വന്നത് അത് വേണം ഈ കോർണറിൽ വരാൻ, വെർട്ടക്സിൽ വരാൻ. അപ്പോൾ Y ഇവിടെ Z. ഇതാണ് ആംഗിൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ വൃത്തത്തെക്കുറിച്ചാണ് പഠിച്ചത്. എന്താണ് ഈ വൃത്തം അല്ലെങ്കിൽ സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, ഒരു വൃത്തത്തിൽ 360 ആരങ്ങൾ ഒരേ അകലം ഇടവിട്ട് വരച്ചാൽ അടുത്തടുത്തുള്ള ആരങ്ങൾ ചേരുന്ന കോണിൻ്റെ അളവ് 1 ഡിഗ്രി ആയിരിക്കും എന്ന് നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളൊരു സർക്കിളിൻ്റെ പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? നോക്കൂ കുഞ്ഞുങ്ങളെ, ഈ സർക്കിളിൻ്റെ ഇതിനെ നമ്മൾ സെൻറ്റർ അല്ലെങ്കിൽ കേന്ദ്രം എന്നാണ് പറയുന്നത്. നോക്കണേ, ഒരു വൃത്തത്തിൻ്റെ നടുഭാഗത്തിന് നടുക്കി കുത്തിനെ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ എന്നാണ് പറയുന്നത്. ഈ സെൻറ്ററിൽ നിന്നും നമ്മൾ എങ്ങോട്ട് വരച്ചാലും, ഈ സെൻറ്ററിൽ നിന്നും നമ്മൾ ഇങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും വരച്ചോ, ഇവിടെ തൊട്ടിട്ട് എങ്ങോട്ട് വരച്ചാലും അതിനെ നമ്മൾ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്നാണ് പറയുന്നത്. എന്താണ് റേഡിയസ്? RADIUS, റേഡിയസ് അല്ലെങ്കിൽ ആരം. മലയാളംകാർക്ക് ആരം, ഇംഗ്ലീഷുകാർക്ക് റേഡിയസ്. ഇതാണ് സർക്കിളിനെ കുറിച്ച് പറയുന്നത് കേട്ടല്ലോ. എന്താണ് ഇതൊരു സർക്കിൾ അല്ലെങ്കിൽ വൃത്തമാണ്. വൃത്തത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്നും ഇനി നമ്മൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം, എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. ഒരു വശം മാത്രമല്ല കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് വരയ്ക്കാം, കാരണം സെൻറ്ററിൽ നിന്നുമാണ് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. സെൻറ്ററിൽ തൊട്ട് വരയ്ക്കുന്നതിനെ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഒരു വൃത്തത്തിൽ ഇനി നിങ്ങൾ ഓർത്തോണം, ഈ വൃത്തം അല്ലെങ്കിൽ സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം മെഷർ കേട്ടോ, ടോട്ടൽ മെഷർ എന്ന് വെച്ചാൽ 360 ഡിഗ്രിയാണ്. കാണാതെ പഠിച്ചോണേ കുഞ്ഞുങ്ങളെ. ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തത്തിൻ്റെ മെഷർ, സർക്കിളിൻ്റെ മെഷർ അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഇനി നമ്മൾ ഈ 360 വെച്ചാൽ ഇനിയുള്ള കണക്കുകളെല്ലാം ചെയ്യാൻ പോകുന്നു. അതുകൊണ്ടാണ് അത് ഓർത്തോണം. സർക്കിളിനെ കുറിച്ച് പഠിക്കുമ്പം ആ സർക്കിളിൻ്റെ മൊത്തം മെഷർ എന്ന് പറയുന്നത് 360ആണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അവർ പറയും ഒരു വൃത്തത്തിൽ 360 ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എത്ര 360 ആരങ്ങൾ മീൻസ് റേഡിയസ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ, നമ്മുടെ ഈ സെറ്റ് സ്ക്വയർ ഉണ്ടല്ലോ, നമ്മളിത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്, ഒരു സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതായത് സെമി സർക്കിളാണ് ഒരു സെറ്റ് സ്ക്വയർ അല്ല, പൊട്രാക്ടർ. എന്താ നിങ്ങളെ, ഒരു പൊട്രാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. സർക്കിള് 360ആണ്, തെറ്റിപ്പോവല്ലേ.
സർക്കിള് അല്ലെങ്കിൽ വൃത്തം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. പ്രൊട്രാക്ടർ അല്ലെങ്കിൽ ഇതിനെന്താ കോൺ മാപിനി അല്ലേ, മലയാളംകാർക്ക് കോൺ മാപിനിയുടെ മെഷർ 180 ഡിഗ്രിയാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ അതിൻ്റെയൊക്കെ അളവ്. 180 ഡിഗ്രിയാണ്. അതായത് ഒരു പ്രൊട്രാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ സെമി സർക്കിളാണ് അല്ലേ കുഞ്ഞുങ്ങളെ. നോക്കിയേ ഞാൻ റഫായിട്ടൊന്ന് കാണിക്കാം. എന്താ സെമി സർക്കിളാണ്. ഇതിനെ നേരെ നമ്മൾ തിരിച്ച് വെച്ച് ഇവിടെ വെച്ചിട്ട് കണ്ടോ സർക്കിളായില്ലയോ, മനസ്സിലായോ? അതായത് 2 സെറ്റ് സ്ക്വയർ, രണ്ട് സെറ്റ് സ്ക്വയർ എന്ന് എപ്പോഴും പറയും. 2 പ്രൊട്രാക്ടർ എന്ന് പറയുന്നത് ചേരുന്നത് ഒരെണ്ണം എത്രയാണെന്ന് ഇപ്പോൾ നോക്കിയേ. ഒരെണ്ണം നമ്മൾ സെൻറ്റർ നോക്കിയേ, ഒരെണ്ണം 180. ഇത് 180, ഇതും 180. ഈ 180 കൂടെ ചേർന്നപ്പോഴാണ് എത്ര വന്നത്? 360 ഡിഗ്രി വന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഈ നോക്കിക്കേ പ്രൊട്രാക്ടറിൻ്റെ ഇവിടുത്തെ മെഷർ നമ്മൾ പഠിച്ചതാണ് അല്ലേ. 0 മുതൽ നമ്മൾ ഇങ്ങനെ വന്നിട്ട് 180, വീണ്ടും അത് തിരിച്ച് വന്നപ്പോൾ 0 മുതൽ 180, അങ്ങനെ മൊത്തം എത്ര? ഒരു വൃത്തത്തിൽ 360 ആരങ്ങൾ മീൻസ് റേഡിയസ് ഒരേ അകലം ഇടവിട്ട് വരച്ചാൽ അടുത്തടുത്തുള്ള ആരങ്ങൾ ചേരുന്ന കോണിൻ്റെ അളവ് എപ്പോഴും എത്ര? 1 ഡിഗ്രി. ഇവിടുന്ന് നമ്മൾ സെറ്റ് സ്ക്വയർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ 1, 2 ഇങ്ങനെ വരച്ച് പോകത്തില്ലയോ, അങ്ങനെ പോകുന്ന കാര്യമായി പറയുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ. വൃത്തം അല്ലെങ്കിൽ സർക്കിൾ 360 അല്ലേ. ഇതിൻ്റെ സെമി സർക്കിള് 360 പിന്നെ ബൈ 2. നമ്മളിപ്പം വേറെ ഒരെണ്ണം വരച്ച് കാണിക്കാം കുഞ്ഞുങ്ങളെ. അപ്പം നമ്മളിനി സർക്കിളിൻ്റെ അളവ് നോക്കാം കുഞ്ഞുങ്ങളെ. 360ൻ്റെ കാര്യമാണ് സർക്കിൾ നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി നോക്കിക്കേ, ഇതൊരു സർക്കിളാണ് ആണല്ലോ. ഇതിനെ പകുതി എന്ന് പറയുന്നത് എന്താ? 360നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് എത്ര കിട്ടി? 180 ഡിഗ്രി കിട്ടി ഇല്ലേ കുഞ്ഞുങ്ങളെ. നമ്മളിപ്പോൾ പറഞ്ഞ 180ഉം 180 കൂടെ ചേരുന്നതാണ് 360 എന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു. സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, അതായത് നമ്മൾ നേർപകുതി ഇതിനെ നോക്കിക്കേ, നേർപകുതിയായിട്ട് അങ്ങ് മുറിച്ചു. അതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ ആയാലും മതി കേട്ടോ. നേർപകുതി എന്ന് ഉദ്ദേശിച്ചത് കണ്ടോ, ഇങ്ങനെ ആയാലും മതി കണ്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു റേഡിയസ് അല്ലെങ്കിൽ ആരത്തെക്കുറിച്ചാണത്, സെൻറ്ററിൽ നിന്ന് പോകുന്നതിനെയാണ്. ഓക്കെ, ഇതതിൻ്റെ നേർപകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിവൈഡ് 2, കാരണം 2 ആയിട്ട് നമ്മൾ അതിനെ ഭാഗിച്ചു. അങ്ങനെയാണെങ്കിൽ 4 ആയിട്ട് ഭാഗിക്കാൻ നമ്മൾ എന്തോ ചെയ്യണം കുഞ്ഞുങ്ങളെ? ഈ സർക്കിളിനെ 4 ആയിട്ട് ഭാഗിക്കാൻ എന്ത് ചെയ്യുക? നോക്കിക്കേ, 4 ആക്കാൻ നമ്മൾ നേരെ താപ്പോട്ടും അല്ലേ, നേരെ കണ്ടോ 4 തുല്യ ഭാഗങ്ങളായിട്ട് നമ്മൾ മുറിച്ചു. അപ്പോൾ അതിൻ്റെ മെഷർ എന്താ നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം. നേരെ ഇരിക്കുന്ന ഒരു ആംഗിൾ ആണെങ്കിൽ അത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ. 90 ഡിഗ്രി. അപ്പോൾ ഈ 4 വശം എന്തേ വരുന്നത്? 90 ഡിഗ്രിയാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്തോ ചെയ്താൽ മതി കുഞ്ഞുങ്ങളെ, 360നെ എത്രയായിട്ടാണോ നമുക്ക് മുറിക്കേണ്ടത് അല്ലെങ്കിൽ മാറ്റേണ്ടത് അത് വെച്ച് അങ്ങ് ഇപ്പം 4 ആയിട്ടാണെങ്കിൽ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക, 3 ആയിട്ടാണെങ്കിൽ 3 വെച്ച് ഇവിടെ ഡിവൈഡ് ചെയ്യുക, 2 ആയിട്ടാണെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക കേട്ടോ. 360നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും വരുന്നത്? ഇപ്പോൾ നമുക്ക് കിട്ടി എത്ര? 90 ഡിഗ്രിയാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുക 6 ആയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് എത്രയൊക്കെ കിട്ടുമെന്ന് എന്തോ നിങ്ങളെ അല്ല 5ഉം കൂടി ചെയ്തിട്ട് നമുക്ക് 6 ചെയ്യാം. 5 ആയിട്ട് ചെയ്യണമെങ്കിൽ എന്തോ ചെയ്യണം? നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് 360 ഡിവൈഡ് 5 അല്ലേ. 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണേ. 360 ഡിവൈഡ് 5 എത്രയാണ്? 6 7 5 35, ബാലൻസ് 10, 2 5 10 0. അപ്പോൾ വന്നു 72 ഡിഗ്രി വന്നു. പക്ഷെ നമ്മൾ നോക്കിക്കേ, നമ്മൾ ഇതിനകത്തിൽ എവിടെ 72 എടുക്കും? നോക്കുഞ്ഞല്ലേ, എവിടെ എടുക്കും എന്ന് പറഞ്ഞേ. നമ്മൾ ആദ്യം എന്തോ ചെയ്യണമെന്നറിയോ? സെൻറ്റർ ഉണ്ട് നമുക്ക്. ഈ സെൻറ്ററിൽ നിന്നും നമ്മളൊരു റേഡിയസ്, അതെങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. എന്നാലും നമുക്ക് ഇവിടെ നേരെ അങ്ങ് വരയ്ക്കാം. ഒരു റേഡിയസ് വരയ്ക്കാം. കണ്ടോ? ഇതിൽ വെച്ചിട്ട് പ്രൊട്രാക്ടർ എടുത്തിട്ട്, അതിലുണ്ടല്ലോ ഡിഗ്രി എപ്പോഴും എടുക്കുന്ന എവിടെയാണ്? പ്രൊട്രാക്ടറിലാണ്. അപ്പം നമ്മൾ അതിനെ 72 ഡിഗ്രി ഉള്ള ഒരു ഇത് വരയ്ക്കുക. 72 നോക്കിക്കേ, 0 മുതൽ 72 വരണമെങ്കിൽ എവിടെ വരണം? ഏകദേശം 70നും 2നും എടുക്കണം, ഇവിടെ ആയിട്ട് വരണം. കണ്ടോ? 72
കണ്ടോ 72 ഡിഗ്രി. നോക്കി കുഞ്ഞുങ്ങളെ 72 ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുക്കണം കേട്ടോ. 72 ഡിഗ്രി. ഇനി അവിടെ തന്നെ ഇനി വെക്കുന്ന ഓർത്തോണേ, രണ്ട് അവിടെ തന്നെ വെക്കണം കേട്ടോ. ഇപ്പം നമുക്ക് ആ കിട്ടിയ 0-യിൽ നിന്നും 72 കാണാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാവർക്കും തെറ്റുന്നുണ്ട്. ആ വരച്ച വരയിൽ വേണം ഇനിയും വെക്കാൻ കേട്ടോ. 0-യിൽ ആ വരച്ച വര 0-യിൽ വെച്ചിട്ട് 72 വെച്ചാൽ 70-നും നോക്കി 80-നും ഇടയ്ക്കുള്ള ആ കുഞ്ഞു വരകൾ എണ്ണി നോക്കണം കേട്ടോ. 70, 71, 72 എന്നുള്ള. കണ്ടോ 72. ഇനി അതേ തന്നെ വെക്കണം. 70 അതിവിടെ ഏകദേശം ഇവിടെ ആയിട്ട് വരും കണ്ടോ. എന്നിട്ട് അതിന് നേരെ വരയ്ക്കുക. കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? കണ്ടോ കറക്റ്റ് ഡിഗ്രി അളവ് എപ്പോഴും പ്രൊട്രാക്ടറിലേ എടുക്കാവൂ. ചാടിക്കയറി നമ്മൾ കോമ്പസിലൊന്നും എടുക്കണ്ട, പ്രൊട്രാക്ടറിൽ വെച്ച് എടുക്കുക. 72 എപ്പോഴും നമ്മൾ ആ വരച്ച വരയിൽ വരച്ച് വരുന്ന ആ വരയിൽ തന്നെ വേണം വെക്കാൻ. 72 ആകുമ്പോൾ ഇവിടെ വരും. കണ്ടോ നമ്മൾ 72 ഡിഗ്രിയുടെ വരച്ച കണ്ടോ. ഓക്കെ ആണോ? അപ്പം നമ്മൾ ഇപ്പം ഏത് സർക്കിളിനെ അല്ലെങ്കിൽ വൃത്തത്തിനെ ഭാഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ 360-നെ എത്ര ഭാഗമാണോ മുറിക്കാൻ പറഞ്ഞത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഡിഗ്രി അളവ് കിട്ടും. പ്രൊട്രാക്ടറിൽ അത് അളന്നങ്ങ് എടുത്താൽ മതി. ഇത്രയും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? അപ്പം നമുക്കിനി അപ്പോൾ ഒരു വൃത്തത്തിനെ എത്ര ഭാഗമായിട്ടാണെന്ന് അറിയാൻ വേണ്ടി ആ 360-നെ എത്ര ആണോ നമ്മളോട് ചോദിച്ചാൽ അത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പം നോക്കിയേ, വൃത്തത്തിനെ 6 ഈക്വൽ പാർട്ട് 6 തുല്യ ഭാഗങ്ങളായിട്ട് മാറ്റാൻ അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? 360 ഡിവൈഡ് 6 ആണ് അല്ലേ? എത്ര? 6 36 അപ്പോൾ 60 വരുന്നത്. സംശയമുണ്ടോ? 360-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 60 വരുന്നത് അല്ലേ? അപ്പം നമ്മൾ അതിനെ എങ്ങനെ വരയ്ക്കും? നമുക്ക് ആദ്യമേ എന്ത് ചെയ്യണം? ഒരു സർക്കിൾ വരയ്ക്കുക. നിങ്ങൾ ഈ സർക്കിൾ എടുക്കുമ്പോഴേ ഒരു 3-4 സെൻറ്റിമീറ്റർ അത് പറഞ്ഞപ്പോഴാണ്. നിങ്ങൾ ആദ്യമേ സർക്കിൾ വരയ്ക്കുമ്പോൾ കോമ്പസ്, ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞതാണ്, കോമ്പസ് പിടിക്കുക നല്ല കോമ്പസ് ആയിരിക്കണം ഒന്നാമത്തെ കാര്യം. 2, അതിലിടുന്ന പെൻസിൽ കോമ്പസിനേക്കാൾ ചെറുത് വേണേ കുഞ്ഞുങ്ങളെ എപ്പോഴും ഇടാൻ. ചിലർ കാരണം എടുക്കാൻ വയ്യാത്ത വലിയൊരു പെൻസിൽ ഇട്ട് എന്നിട്ട് ഇങ്ങനെ കറക്കാൻ നേരം ആ പെൻസിലിട്ട് തട്ടി ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് എപ്പോഴും വൃത്തം വരയ്ക്കുമ്പോൾ ഒന്നാമത് കോമ്പസ് നല്ലതുപോലെ ഇവിടെ ടൈറ്റ് ചെയ്ത് നല്ലതുപോലെ ആക്കുക കേട്ടോ. എന്നിട്ട് ആ കോമ്പസിനേക്കാൾ ചെറിയ, ഇപ്പോൾ പെൻസിൽ ചെറുതും പോലെ ഇഷ്ടം പോലെ വീട്ടിലല്ലേ, അതിൽ ഏറ്റവും ചെറുത് നോക്കിയേ കോമ്പസിൽ ഇടാവും. അത് നിങ്ങൾ പറഞ്ഞാൽ അങ്ങ് ഇട്ടേരെ, അതിനകത്ത് നിന്ന് മുരണ്ട, അതിന് ബോക്സിനകത്തിൽ ഇൻസ്ട്രോം ബോക്സിനകത്തിൽ ഇട്ടേരെ കേട്ടോ. എപ്പോഴും ഈ കോമ്പസിൽ ഈ പെൻസിൽ ഉൾപ്പെടെ വെട്ടി അങ്ങ് ഇട്ടേരെ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 3-4 സെൻറ്റിമീറ്ററിൽ കേട്ടോ, ഒത്തിരി അങ്ങ് വലുത് വെച്ച് എടുക്കേണ്ട, ഒരു 3-4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യാമോ നിങ്ങളെ? നോക്കിയാൽ ഞാൻ ഒരെണ്ണം വരച്ച് കാണിക്കാം. ഒരു സർക്കിള് വരയ്ക്കുക. ഞാൻ കുറച്ചുകൂടെ തെളിയിക്കാനേ, നിങ്ങൾക്ക് ഞാൻ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ തെളിയിച്ച് കാണാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഇത് വെച്ച് വരയ്ക്കാം. അപ്പം പെൻസിലിനെക്കാട്ടി നിങ്ങൾക്ക് ഫോണിൽ തെളിഞ്ഞ് കിട്ടും. കണ്ടോ? നിങ്ങൾക്ക് നല്ല തെളിച്ചത്തിൽ കിട്ടത്തില്ലേ? അപ്പോൾ എന്താ, അതിൻ്റെ സെൻറ്റർ നമുക്ക് കിട്ടിയല്ലോ. ഇനി എന്തോ ചെയ്യണമെന്നാ പറഞ്ഞത്? ഡിഗ്രി എടുക്കുമ്പോൾ എപ്പോഴും പ്രൊട്രാക്ടറിൽ എടുക്കുക. ഫസ്റ്റ് നമ്മൾ എന്ത് എടുക്കുക? ഒരു റേഡിയസ് അല്ലെങ്കിൽ ആരം കൊടുക്കുക കേട്ടോ. നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. വൃത്തത്തിനെ തുല്യ 8 ഭാഗങ്ങളായിട്ട് മാറ്റാൻ, അല്ലെങ്കിൽ 7 ഭാഗങ്ങളായിട്ട് മാറ്റാൻ, അല്ലെങ്കിൽ 6 ഭാഗങ്ങളായിട്ട് മാറ്റാനൊക്കെ നിങ്ങളോട് ചോദിക്കും. അപ്പം നിങ്ങൾ ആദ്യമേ ഒരു വൃത്തം വരയ്ക്കുക കേട്ടോ. വൃത്തത്തിന് ഒരു റേഡിയസ് കൊടുക്കുക. എന്നിട്ട് അതിൽ വെച്ചിട്ട് വേണം നമുക്ക് തുടങ്ങാൻ. എത്ര? 60 ഡിഗ്രി കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ വെച്ചിട്ട് 60 കണ്ടോ, 60 അതിന് നേരെ വെച്ചിട്ട് കണ്ടോ 60. എന്നിട്ട് വീണ്ടും അതിൽ തന്നെ വേണേ വെക്കാൻ, എടുത്തോണ്ട് പോകില്ലേ, അതിൽ തന്നെ ആ വരച്ച വരയിൽ തന്നെ വെച്ചിട്ട് 60. ഇതിനും പല എളുപ്പ വഴികളുണ്ട്. വേണ്ട കോമ്പസ് വെച്ചിട്ടും വരയ്ക്കാം കേട്ടോ. 60 ഡിഗ്രി കോമ്പസിൽ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ആ കോമ്പസിൽ ഇങ്ങനെ മാർക്ക് ചെയ്തും വരയ്ക്കാം കേട്ടോ. അത് മിക്കവാറും ഉള്ളവരെല്ലാം കുത്തി വരച്ചേക്കുന്നതാണ് കാണിക്കുന്നത്. നല്ല ഒരു വൃത്തിയും കണ്ടില്ല മിക്കതിൻ്റെ, ചിലതിൻ്റെയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് കേട്ടോ. 60 അടുത്ത 60
അപ്പോൾ നമുക്കറിയാം ഇത് എങ്ങോട്ടായിരിക്കുന്നുണ്ട്. കണ്ടല്ലോ, നമുക്ക് ഏകദേശം അല്ല കറക്റ്റായിട്ട് വരയ്ക്കേണ്ട കുഞ്ഞുങ്ങളെ, കാരണം ഇവിടെ എടുക്കുമ്പോൾ നടി ഇവിടോട്ട് വരും. കണ്ടോ, ഇപ്പോൾ പിടി കിട്ടിയോ? അതായത് നമ്മൾ നേരെ നടുക്കൂടെ വരുന്നു ഇങ്ങനെ ഇത്. പക്ഷേ ഇത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മൾ എന്താ പൊട്രാക്ടർ ഉപയോഗിച്ചെങ്കിലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇവിടെ എത്ര വരും? 60 ഡിഗ്രിയാണ് ഇതിൻ്റെ എല്ലായിടവും വന്നേക്കുന്നത് കേട്ടോ. എന്നിട്ട് എന്താ വെളിയിൽ നമ്മൾ അധികം വന്നത് അങ്ങ് മായ്ച്ച് കളഞ്ഞേരാം കേട്ടോ. നമ്മളിവിടെ ഇട്ടല്ലേ കുത്തി, കാരണം ചെറിയ സർക്കിളാണ് വരച്ചത് കൊണ്ട് ഉണ്ടോ, നല്ലതല്ലേ. ഇനി എന്താ പറഞ്ഞേക്കുന്നതെന്നറിയോ? 6 സൈഡല്ലേ വന്നത്. അപ്പം നമ്മൾ ഇപ്പം ഈ വരച്ച ലൈനുകളെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങളെ, നമ്മളിപ്പോൾ ഈ വരച്ച വരകളെ നമുക്കൊന്ന് യോജിപ്പിക്കാം. 1 2 3 4 5 6. ആഹാ, എന്താ അവിടെ വന്നത് നോക്കിയേ. എന്താ നിങ്ങൾ അവിടെ വന്നത്? ഒരു ഹെക്സഗൺ അവിടെ വന്നിട്ടുണ്ടല്ലേ. എന്താ ഒരു ഹെക്സഗൺ എന്ന് വെച്ചാൽ 1 2 3 4 5 6 അല്ലേ. 6 സൈഡുള്ളതിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? 6 സൈഡുള്ളതിനെ എന്താ കുഞ്ഞുങ്ങളെ? ഷഡ്ഭുജം അല്ലേ, അങ്ങനല്ലേ പറയുന്നത്? 6 സൈഡുള്ളതിനെ അല്ലേ കുഞ്ഞുങ്ങളെ? ഹെക്സഗൺ കേട്ടോ. ഷഡ്ഭുജം എന്നൊക്കെ പറയും. ഷഡ്ഭുജ കണ്ടോ, ഹെക്സഗൺ വന്നാൽ കണ്ടോ, മനസ്സിലായോ? ഹെക്സഗൺ. ഇനി എന്താണെന്നറിയോ? ഇനി അവർ ചെയ്യാൻ പറയാം. നമ്മളിപ്പോൾ ഹെക്സഗൺ വരച്ചു. ഇനി അതിനകത്തിൽ നിങ്ങൾ എന്തോ ചെയ്യണമെന്നറിയാം? ഒരു എന്നിട്ട് ഫസ്റ്റ് കണ്ടോ, ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം. നോക്കണേ കുഞ്ഞുങ്ങളെ, നമ്മൾ ഏതെങ്കിലും ഒരു വരയിലോട്ട് സെൻറ്ററിൽ തന്നെ വെക്കണേ കാണാൻ പറ്റുമല്ലോ. കഴിഞ്ഞ വർഷം ഇത് നമ്മൾ പഠിച്ചതാണ്. സെൻറ്ററിൽ വെച്ചു. എന്നിട്ട് ഇതൊന്ന് കറക്കുക. നോക്കണേ, കണ്ടോ? ഇനി അടുത്ത സൈഡ് എടുക്കുക. ഇനി അടുത്ത സൈഡ് എടുക്കുക. ഒരിച്ചിരി നീങ്ങിയിട്ടുണ്ടല്ലേ. അത് അളവ് കറക്റ്റായിട്ടായിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അരിച്ചിരിക്കോ നീങ്ങിപ്പോയി. നോക്കണേ നിങ്ങളെ, അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് കയറും കേട്ടോ. അത് നമ്മൾ മാർക്കർ വെച്ച് വരച്ചത് കൊണ്ടേ ഒരിച്ചിരി മിസ്റ്റേക്ക് വന്നു കേട്ടോ. പെൻസിലായത് നമുക്ക് വായിക്കായിരുന്നു. കാരണം ഈ ഫോണിൽ കൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ തെളിച്ചം വരത്തില്ല കുഞ്ഞുങ്ങളെ, അതുകൊണ്ടാണ് മാർക്കർ വെച്ച് വരച്ചത്. അതില്ല സാരമില്ല, ഒരു ഇച്ചിരി ഡോട്ടിങ്ങോട്ട് വന്നില്ല. നോക്കിയേ, അവിടെ എന്തൊരു 6 സൈഡാണ് 60 ഡിഗ്രി ഉള്ള ഒരു പടമായിട്ട് അങ്ങ് മാറി ഇല്ലേ. ഒരു നല്ല വേണമെങ്കിൽ ഞാൻ കളർ കൊടുത്ത്. അപ്പോൾ നോക്കിയോ കുഞ്ഞുങ്ങളെ, ഇതുപോലെ കളർ കൊടുക്കുമ്പോൾ ഒരു ഹെക്സഗണുമാണ്. ആ ഹെക്സഗൺ വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മൾ ഇവിടെ നമ്മളിപ്പോൾ വരയ്ക്കുന്നതിൽ ഇവിടെ കറക്റ്റായ ആ മൂലയിൽ തന്നെ വെച്ചിട്ട് ഞാനിത് നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോഴോ കുറച്ചുകൂടെ തെളിഞ്ഞ് കാണാൻ വേണ്ടി സ്കെച്ച് വെച്ച് വരച്ചതുകൊണ്ടാണ് ഇവിടെ ഇത് മായ്ക്കാൻ പറ്റാഞ്ഞത്. അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ പെൻസിൽ വെച്ചേ വരയ്ക്കാവേ കേട്ടോ. ഇത് കുറച്ചുകൂടെ വരച്ചിട്ട് നിങ്ങൾ കളർ കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ബോൾഡായിട്ട് കാണാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ഇത് വെച്ച് വരച്ചത് കേട്ടോ. നിങ്ങൾ ഈ ഒരു ഇത് നോക്കണ്ട, ബാക്കി നോക്കിയാൽ നല്ലൊരു പടം കണ്ടോ ഇല്ലയോ? നല്ലതല്ലയോ? ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. അപ്പോൾ നോക്കിയോ കുഞ്ഞുങ്ങളെ, നമ്മൾ ഇത്രയേ ഉള്ളൂ. വൃത്തത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ പാർട്ടിനകത്തിൽ പഠിച്ചത്. വൃത്തം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ 360 കേട്ടോ, 360 ഓർത്തോണം. നമ്മളോട് എത്ര പാർട്ടാണോ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത് അത് താഴെ ഇട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 6 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്കൊരു ഹെക്സഗൺ ആണ് കിട്ടിയത്. ഹെക്സഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കോർണർ, 1 2 3 4 5 6. ഹെക്സഗൺ എന്ന് വെച്ചാൽ 6 കോർണറുള്ള അല്ലേ. അപ്പം ഞാനിവിടെ 4 വരച്ചുകൊണ്ട് പെട്ടെന്ന് 4 ഓർത്തത്. നോക്കൂ കുഞ്ഞുങ്ങളെ, 6 വശങ്ങൾ അല്ലേ. 6 വശങ്ങളുള്ളതുകൊണ്ടാണ് അതിന് ഹെക്സഗൺ
എണ്ണം എന്ന പേര് വന്നത്. അങ്ങനെയാണെങ്കിൽ മുമ്പ് നമ്മൾ 90ൻ്റെ കാര്യം പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ, എന്താ 360നെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 90 കിട്ടി അല്ലേ, 90 കിട്ടിയെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലേ. ഇതിനകത്തിലും നമുക്ക് ഇതിനകത്തിലും നമുക്ക് സൈഡ് എന്താ മൂലതങ്ങളിൽ കോർണർ നോക്കിയേ, തങ്ങളിലൊന്ന് നോക്കിക്കേ, നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് കിട്ടുമെന്ന് നോക്കാം. അതിൻ്റെ കോർണറുകൾ തങ്ങളിൽ കൂട്ടി യോജിപ്പിക്കുമ്പോഴേ ഏതെങ്കിലും ഷേപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കിയോ കുഞ്ഞുങ്ങളെ. നമ്മൾ ഒരു വൃത്തത്തിനെയാണ് അല്ലെങ്കിൽ ഒരു സർക്കിളിനെ എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ. സർക്കിളിനെ നമ്മൾ എത്ര പാർട്ടായിട്ട് ഭാഗിക്കാം എന്നുള്ളതാണ്. നമ്മൾ 6ആയിട്ട് ചെയ്തപ്പോൾ കണ്ടോ നമുക്ക് ഈ ഷേപ്പിൽ ചെയ്യാം. 4ആയിട്ട് ചെയ്തപ്പോൾ കണ്ടോ ഇവിടെ ഒരു സ്ക്വയർ അല്ലേ, സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ ചതുരമാണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇത്രയും നമുക്കിനി എക്സസൈസ് ചെയ്യാം, ഇനി ഒത്തിരി ചെയ്യാൻ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കിയോ നിങ്ങളെ, ഇനി നമ്മൾ എക്സസൈസ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പേ ഉണ്ട് നിങ്ങൾ എന്താ 5 നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ തൊട്ട് മുകളിൽ ഉള്ള പേജിൽ 5ആയിട്ട് ഭാഗിച്ചു നോക്കൂ. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ എന്താ ഒരു വൃത്തത്തിനെ നമ്മൾ എന്താ 5ആയിട്ട് ഭാഗിച്ചു നോക്കൂ. അതൊക്കെ നമ്മൾ നോക്കി അല്ലേ, നമുക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ ഒരു വൃത്തത്തിനെ അല്ലെങ്കിൽ ഒരു സർക്കിളിനെ 2ആയിട്ട് ഭാഗിക്കുക എന്ന് വെച്ചാൽ 180 അല്ലേ. 180 വന്ന എന്തുകൊണ്ടാണ് 360നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ. ഇനി അഥവാ 4 വെച്ചാണെങ്കിലോ 4 ഭാഗങ്ങൾ ആക്കണമെന്നുണ്ടെങ്കിൽ 360നെ 4 കൊണ്ട്, ഇനി 5 ആക്കണമെങ്കിലോ 360നെ 5 കൊണ്ട്. ഇപ്പം പിടികിട്ടിയോ കുഞ്ഞുങ്ങളെ? നിങ്ങളോട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഒരു വൃത്തത്തിനെ 8 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുക അല്ലെ ഭാഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ 360/8 എത്ര ആണോ നമ്മളോട് ചോദിക്കുന്നത് അത്. ഇനി പേജ് നമ്പർ 17 ദാണ്ട് ഇങ്ങനെ ഒരു പടം കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. പടം ഇതുപോലെയല്ല, ഫുള്ള് പച്ചക്കകത്തിൽ ദാണ്ട് ഇവിടെ മഞ്ഞയാണ്, ഇവിടെ എന്താ ക്രയോൺ എത്ര വെച്ചാലും ഇവിടെ കാണത്തില്ല കുഞ്ഞുങ്ങളെ. ഇത് നമ്മുടെ സ്കെച്ചാണ്, ഇത് വെച്ച് നമുക്ക് ഇതുപോലെ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു നോക്കി, ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടി. നിങ്ങളുടെ ടെസ്റ്റിലുണ്ട്. ചുവടെയുള്ള ചിത്രത്തിൽ മഞ്ഞ നിറമുള്ള ഭാഗവും പച്ച നിറമുള്ള ഭാഗവും മൊത്തം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്നാണ് പേജ് നമ്പർ 17 നമ്മളോടൊരു ചോദ്യം ചോദിച്ചേക്കുന്നത്. കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് ഒരു വൃത്തം അല്ലെങ്കിൽ ഒരു സർക്കിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് എത്ര തന്നിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? 20% നമുക്ക് നോക്കിക്കേ. ഇവിടെ 20 ഈ മഞ്ഞ എന്ന് പറയുന്നത് 20 നോക്കാം. നമ്മൾ പഠിച്ചു, ഓരോന്നും അതിൻ്റെതായ രീതിയിൽ നോക്കൂ കുഞ്ഞുങ്ങളെ. നമ്മൾ പഠിച്ചു ഒരു വൃത്തം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അറിയാം ടീച്ചറെ 360 ഡിഗ്രിയാണ് അല്ലേ, ആണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്ന 20 ഡിഗ്രിയാണ് അതിനകത്തിൽ മഞ്ഞ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം 20/360 ഭാഗത്തിൽ 20-നാണ് കളർ കൊടുത്തേക്കുന്നത്. അപ്പം ഇങ്ങനെ എഴുതിക്കൂടാ? ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളെപ്പോഴും കണക്ക് ചെയ്യാനല്ലേ നമ്മളെല്ലാം എളുപ്പം നോക്കുന്നത്. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി മുകളിലും താഴെയും 0 വന്നു കഴിഞ്ഞാൽ വെട്ടിക്കളയാൻ കുഞ്ഞുങ്ങൾ കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ഇനി അതും വെട്ടാൻ അറിയത്തില്ലെങ്കിൽ നോക്കാം. 20ൻ്റെ പകുതി 10 കേട്ടോ, 360ൻ്റെ പകുതി 180 കേട്ടോ കുഞ്ഞുങ്ങളെ. ഇനി അത് മനസ്സിലായോ? പിന്നെ 10ൻ്റെ പകുതി 5 ആണല്ലോ. 180ൻ്റെ പകുതി 9 90 അല്ലേ. 9 9 90 അല്ലേ. അപ്പം 5/90 എന്നൊക്കെ വരും. ഇത് 5ഉം 90ഉം ഏതിൻ്റെയും ടേബിൾ 5ൻ്റെ ടേബിളിൽ വരും അല്ലേ. 1 5 അല്ലേ, 90 18 5 അല്ലേ, 8 40 4 ഓക്കെ 18 അതാണ്ട് ഇങ്ങനെ വരും. മനസ്സിലാവുന്നുണ്ടോ? ഇത് പകുതി വെച്ച് ഈ ഡിവിഷൻ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാവും കുഞ്ഞുങ്ങളെ. ഇതിൽ വേണേൽ കുറച്ചുകൂടെ എളുപ്പവഴിക്ക് 20/360 എന്നുള്ളതിനെ ഈ 0 വെട്ടിപ്പോയി കഴിഞ്ഞാൽ 2/36 വരും അല്ലേ. വരത്തില്ലേ? വരും. അപ്പം 2ഉം 36ഉം 2ൻ്റെ ടേബിളിൽ മാത്രമേ വരത്തുള്ളൂ. 1 2 2 18 2 36. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ചെയ്യാൻ എളുപ്പം ആ രീതി ചെയ്താൽ മതി. നോക്കൂ കുഞ്ഞുങ്ങളെ, 18ൽ ഒരു ഭാഗമാണ് നമുക്ക് ഈ മഞ്ഞ തന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചുവടെയുള്ള ചിത്രത്തിൽ മഞ്ഞ നിറമുള്ള ഭാഗവും മഞ്ഞ നിറം അപ്പം ഇവിടെ എത്രയാണ് വന്നത്? മഞ്ഞ യെല്ലോ മഞ്ഞ നിറമുള്ളത് 1/18 ആവും ഞങ്ങളെ. 18ൽ ഒരു ഭാഗമാണ് മഞ്ഞ വന്നത് അല്ലേ. പച്ച നിറമുള്ള ഭാഗമോ പച്ച. ഇനി നിങ്ങളുടെ ടെസ്റ്റിൽ വേറെ ഏതെങ്കിലും കളറിലാണോ അടിച്ചു വെച്ചേക്കുന്നത് നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. എൻ്റെ ഈ ടെസ്റ്റിൽ ഇങ്ങനെ വന്നേ, ഇനി കളർ ചിലപ്പോൾ വേറെ വല്ലതും ആണോ അടിച്ചു വെച്ചേക്ക് നോക്കുക. അപ്പം നമുക്ക് സംഭവം പിടികിട്ടുക. മൊത്തം എന്ന് ഒരു സർക്കിൾ അല്ലേ 360 നമ്മളോട് എത്ര ആണോ തന്നത് അത് മുകളിൽ കൊടുത്ത് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നത് ആ ചെറിയ ഭാഗമാണ് അല്ലേ. 1/18 അപ്പം വലിയ ഭാഗം എത്രയാണ്? 1/18 ആണെങ്കിൽ ബാക്കി വരുന്ന 17/18 ഭാഗവും എന്താ? പച്ചയാണ്. 18ൽ 18 അല്ലേ കുഞ്ഞുങ്ങളെ ഫുള്ള്? മനസ്സിലാവുന്നുണ്ടോ? 18 എന്ന് പറയുന്നതാണ് ഫുള്ള് അല്ലേ. അപ്പം അതിനകത്തിൽ 18ൽ ഒരു ഭാഗം മാത്രമേ മഞ്ഞയുള്ളൂ. അപ്പം ബാക്കി എത്ര? 17/18 ഭാഗവും എന്താ?
പച്ചയാണ്. അപ്പം പിടികിട്ടിയോ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ നിങ്ങളെ? 18-ൽ 1 ഭാഗം മാത്രമേ മഞ്ഞയുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന 18-ൽ 17 ഭാഗവും പച്ചയാണ്. പിടികിട്ടിയോ? അതുപോലെ തന്നെയാണ് പടമാണ് ഇത് കേട്ടോ. ഞാനത് സ്കെച്ച് വെച്ച് വരയ്ക്കാഞ്ഞതാണ്. ഇവിടെ പച്ചയും ഇവിടെ മഞ്ഞയുമാണ് കുഞ്ഞ് കേട്ടോ. നിങ്ങളുടെ ടെസ്റ്റ് നോക്കണേ. അപ്പോൾ നോക്കി, ഇവിടെ 24 നിൽക്കുന്നത്. നമുക്കറിയാം 360. ഇനി അത് എഴുതേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? 24/360. ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പകുതി ചെയ്താൽ മതി കേട്ടോ. 24ൻ്റെ പകുതി 12, 360ൻ്റെ പകുതി 180, 12ൻ്റെ പകുതി 6, 180ൻ്റെ പകുതി 90, 6ൻ്റെ പകുതി 3, 90ൻ്റെ പകുതി 45. ഇനി പകുതി 45 വന്നു കഴിഞ്ഞാൽ പകുതി കാണാൻ അറിയാമോ? അപ്പം നമ്മൾ 3 45 3ൻ്റെ ടേബിളിൽ പറ്റും കേട്ടോ. 3ൻ്റെ ടേബിളിൽ 1 3 3 15 3 45 കേട്ടോ. 15 3 45. നമുക്ക് ബാക്കി കണക്കൂടെ ചെയ്യണം കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ പോകാം. 1/15 വരും. അപ്പം 15-ൽ 1 ഭാഗം എന്താണ്? മഞ്ഞയാണ്. മഞ്ഞ അപ്പം എന്താ കുഞ്ഞുങ്ങളെ? മഞ്ഞ എന്ന് വെച്ചാൽ യെല്ലോ ആണ്. ഇംഗ്ലീഷ് മീഡിയക്കാരപ്പം 1/15 മഞ്ഞയാണെങ്കിൽ പച്ച എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? ബാക്കി വരുന്ന 14/15 ഭാഗവും എന്താ? പച്ചയായിരിക്കും. മനസ്സിലായോ? ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ, 54/360. നമ്മൾ പറഞ്ഞു ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ പകുതി. അല്ലാതെ ടേബിൾ അറിയാവുന്നവർക്ക് എന്താ, അല്ലാതെ വെട്ടി ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ ചില പിള്ളേർ പെട്ടെന്ന് വെട്ടി ടേബിൾ 54 36 4ൻ്റെ വരും 8ൻ്റെ വരും എന്നൊക്കെ പറഞ്ഞ് ചാടിച്ച് അങ്ങനെ ചെയ്യാവുന്നവർ കുറച്ചുകൂടെ അറിയാൻ വയ്യാത്തൊരു പകുതി വെച്ച് ചെയ്താൽ മതി. 54ൻ്റെ പകുതി 27 അല്ലേ? 7 27. 360ൻ്റെ പകുതി നമ്മളിപ്പോൾ ചെയ്തു 180. 27 180. 27ന് പകുതി ഇല്ല കുഞ്ഞുങ്ങളെ, പകുതി ഉണ്ട്, പോയിന്റ് വരും. അപ്പം നമ്മൾ 27 180 3ൻ്റെ ടേബിളിൽ വരും കേട്ടോ. എത്ര? 27 180 അപ്പോൾ നോക്കൂ നിങ്ങളെ, നമ്മൾ ആ പാഠത്തിൻ്റെ ലാസ്റ്റ് ഏകദേശമൊക്കെ പിടികിട്ടുന്നുണ്ടോ? ആ പാഠത്തിൻ്റെ ലാസ്റ്റാണ് വൃത്തങ്ങൾ വരച്ച് ചുവടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തി നിറം കൊടുക്കുക. സാധാരണ നമ്മൾ എന്താ 3-ലോ 4-ലോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മളോട് ഒരു വൃത്തം വരച്ചിട്ട് നമ്മളോട് എന്താ 8-ൽ 3 ഭാഗം അടയാളപ്പെടുത്താമെങ്കിൽ സാധാരണ നമ്മൾ എന്താ കുഞ്ഞുങ്ങളെ ചെയ്യുന്നത്? ഞാനൊരു എക്സാമ്പിൾ അടിക്കാം, നോക്കണേ. ഏതാണ്ട് നമ്മളോട് പറയുകയാണ് ഒരു വൃത്തം വരച്ചിട്ട് 8-ൽ 3 ഭാഗം അടയാളപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഞാനൊരു എക്സാമ്പിൾ വെറുതെ പറയുകയാണേ. വേണ്ടേ, നമ്മളതിനെ ഇപ്പം എത്രയായി? 1 2 3 4 5 6 അല്ലേ? അപ്പം ഇങ്ങനെയും കൂടെ വരയ്ക്കുമ്പോൾ എന്താ? 8 തുല്യ 8 ഭാഗങ്ങളാവും അല്ലേ? നോർമലി അങ്ങനല്ലേ? തുല്യ 8 ഭാഗങ്ങളാവും. ഇതിൽ 8-ൽ എന്ത് ചെയ്യാം? 3 ഭാഗം അടയാളപ്പെടുത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തിൽ എന്താ? 1 2 3 അല്ലേ? ഈ 3 ഭാഗങ്ങൾ അടയാളപ്പെടുത്തുകയായിരിക്കാം ചെയ്യേണ്ടത്. അല്ലയോ കുഞ്ഞുങ്ങളെ? അല്ലയോ? സത്യം അതല്ലയോ? ഈ 8-ൽ എന്താ 3 ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്, സ്വാഭാവികം ഇല്ലേ? പക്ഷെ നമ്മളോട് ചോദിച്ചാൽ എന്താണെന്നറിയോ? 8-ൽ 3 ഭാഗം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. അതായത് ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 കുഞ്ഞുങ്ങളെ കേട്ടോ. 360 ഡിഗ്രിയാണ്. ഇനി അതിനെ എന്ത് ചെയ്യുന്നറിയോ? 8 ഭാഗമായിട്ട് 8 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം. നോക്കണേ നല്ലതുപോലെ. 8 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുക. 360 ഡിവൈഡ് 8. 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 45 വരും കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 8 32 ശിഷ്ടം 40, 5 8 40 കണ്ടോ? 45 വരും അല്ലേ? അത് നമുക്കറിയാം. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? ആ 45നെ ഈ മുകളിൽ തരുന്ന 3 കൊണ്ട് ഇപ്പം നമുക്ക് 45 കിട്ടി കേട്ടോ. ആ 45നെ മുകളിൽ എത്ര ആണോ തന്നത് അത് വെച്ച് ഇൻറ്റു ചെയ്യുക, അത്രയേ ഉള്ളൂ. 45 × 3 നോക്കാം. 3 5 15 ഇഷ്ടം 3 12 1 13 135 ഡിഗ്രി എടുത്ത് ചെയ്യാൻ. മനസ്സിലായോ?
മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ ഒരു വര വരയ്ക്കുക, അതായത് റേഡിയസ് അല്ലെങ്കിൽ ആരം വരയ്ക്കുക, പ്രൊട്രാക്ടർ എടുക്കുക, 135 ഡിഗ്രി അളന്ന് വരയ്ക്കുക. കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? 135 എന്ന് വെച്ചാൽ നമ്മളിവിടെ 0 വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ 135 കാണാൻ പറ്റുന്നുണ്ടോ? ഇതുവരെ ചെയ്തുകൊണ്ട് നമുക്കറിയാമായിരിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തതുകൊണ്ട് 135. അപ്പോൾ അതിന് നേരെ എന്ത് ചെയ്യുക? വരയ്ക്കുക. പിടി കിട്ടിയോ? ഇതാണ് 135 ഡിഗ്രി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 3/8, 8ൽ 3 ഭാഗമാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിടി കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ എളുപ്പം ചെയ്തുകൂടായോ? നമുക്ക് നോക്കാം. 2/5 താഴെ തന്ന ഏതാണ്? 5. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാണെന്നറിയോ? 336നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 72 വരും. സംശയം ഉണ്ടെങ്കിൽ നോക്കാം. 7×5 35, ബാലൻസ് 10, 2×5 10. എത്ര കുഞ്ഞുങ്ങളെ? 72 ഡിഗ്രി. ഇനി ആ 72നെ എത്ര കൊണ്ടായേണ്ടേ? മുകളിൽ തന്ന 2 കൊണ്ട്. 72 × 2, 2 2 4, 7 2 14, 144 ഡിഗ്രി വരും. എങ്ങനെ എഴുതും? ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? റേഡിയസ് വരയ്ക്കുക. അതിൽ വെച്ചിട്ട് 144 വരയ്ക്കുക. 144 എന്ന് പറയുമ്പോൾ ഏകദേശം 140നും 155ൻ്റെ വലിയ വരയുടെ തൊട്ടപ്പുറത്തായിട്ട് വരും. കണ്ടോ? എത്ര? 144 ഡിഗ്രി, അതായത് 2ൽ 5 ഭാഗം. കേട്ടോ? ഇങ്ങനെ എളുപ്പം വരച്ചാൽ മതി കേട്ടോ. അടുത്ത് നോക്കിയേ. 300 ഇനിയിപ്പോൾ പറയണ്ടല്ലോ, അറിയാലോ. 160/9, 160നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 1 3 4 40 വരും അല്ലേ? 40 വരും. ആ 40നെ എത്ര ഉണ്ടാവും നിങ്ങളെ? ഈ മുകളിൽ കിടക്കുന്ന 4 കൊണ്ട്. 4 × 4 16, 160 ഡിഗ്രി. 160 ഡിഗ്രി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ആദ്യമേ നമ്മൾ റേഡിയസ് വരയ്ക്കുക, എന്നിട്ട് പ്രൊട്രാക്ടർ വെക്കുക. 160 എന്ന് പറയുമ്പോൾ 180, 160 കണ്ട് ഏകദേശം തന്നെ ഇവിടെ കണ്ടോ? 160. എന്നിട്ട് അതിന് നേരെ അങ്ങ് വരയ്ക്കുക. 160 ഡിഗ്രി അല്ലേ? എത്ര? 9ൽ 4 ഭാഗം. അടുത്ത് നോക്കൂ നിങ്ങളെ. 5/12 എങ്ങനെ എടുക്കും? 360 ബൈ എത്ര? 360 എത്ര നിങ്ങളെ? 360നെ 12 കൊണ്ടല്ലേ? യെസ്, 12 3 അല്ലേ? 36. യെസ്, 12 3 30 അല്ലേ? എന്നിട്ടാ കിട്ടിയ 30നെ 30 × 5, 3 × 5 15. അപ്പോൾ എത്ര വരും കുഞ്ഞുങ്ങളെ? 150 ഡിഗ്രി. എങ്ങനെ വരയ്ക്കും? നമുക്ക് റേഡിയസ് വരയ്ക്കാം. സെൻറ്ററിൽ റേഡിയസ് വരയ്ക്കുക. 150. കോമ്പസ് പിടിക്കാനറിയണേ. 150 നേരെ അങ്ങോട്ട് വിടുക. 150 ഡിഗ്രി, അതായത് 5/12. ഓക്കെ ആണോ? അതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളെ. 5/24, അതായത് 360/24. 360/24 അല്ലേ? 360നെ നമ്മൾ 24 കൊണ്ട് ചെയ്യുമ്പം 15 വരുമെന്ന് തോന്നുന്നു അല്ലേ? 360നെ 24 വെച്ച് ചെയ്യുമ്പം 1 24 6ൽ നിന്ന് 4 പോയാൽ 2 1 120. 24 5 14 20 2 12 15 ആവും ഞങ്ങളെ. 120 15 എത്ര വന്നു? 15 ഡിഗ്രി. ആ 15നെ ഏത് കൊണ്ടാ? ഈ മേളിൽ തന്ന 5 കൊണ്ട്. 15 5 75 ഡിഗ്രി വരയ്ക്കാം. സെൻറ്ററിൽ തൊട്ട് വരയ്ക്കുക. കോമ്പസ് സെൻറ്ററിൽ വെച്ച് വരയ്ക്കുക. 75 ആകുമ്പോൾ 70നും 80നും ഇടയ്ക്കുള്ള വലിയ വര. ഓക്കെ, 75 ഡിഗ്രി, അതായത് 5/24. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇനി നിങ്ങളുടെ അതിനകത്തിലെ 3-4 പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വരയ്ക്കാനാണ്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമേ
പിന്നെ എന്താ 5ലും 6ലും ഒക്കെ വരച്ച് പഠിച്ച പോലെ കുറേ പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് അത് വരയ്ക്കാനാണ്. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ നോക്കുക, ഇല്ലെങ്കിൽ പറയുക കേട്ടോ. സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ 360 വെച്ച് അങ്ങ് ചെയ്യുക കേട്ടോ. അറിയത്തില്ലെങ്കിൽ പറയണേ കുഞ്ഞുങ്ങളെ. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധമുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ആംഗിൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്, ആംഗിളുകളെ കുറിച്ചാണ് ആദ്യം മൊത്തം നമ്മൾ പറഞ്ഞത്. പിന്നെ വൃത്തമാണ്. വൃത്തത്തിനെ സംബന്ധിച്ച് ഏത് ചോദിച്ചാലും 360 ആണ്. 360 ഇട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇനി അതിൻ്റെ എത്ര ഭാഗമായിട്ടാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ അത്രയും ഭാഗം 360 ഡിവൈഡ് അത്രയും ഭാഗം വെച്ചങ്ങ് ചെയ്താൽ മതി കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കും കുഞ്ഞുങ്ങളെ. മനസ്സിലായെന്ന് പറഞ്ഞോ. ഓക്കെ. അപ്പോൾ നമുക്കിനി ഒന്നാമത്തെ ചാപ്റ്റർ ഫുൾ എടുത്തിട്ടുണ്ട്. ഓക്കെ ആണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങാം. താങ്ക് യു കുഞ്ഞുങ്ങളെ. താങ്ക് യു.